ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ മൈൻക്രാഫ്റ്റിലാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയ സൂ ആണ്. ഉണ്ടാക്കി ഇത്രയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സൂ കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കി ഇച്ചിരി ഒന്ന് പാളിപ്പോയായിരുന്നു. നമ്മളിവിടെ കുറേ പശുക്കളും പന്നികളും പിന്നെ ഉൾപ്പും ഇതുപോലെ വരിട്ടുണ്ട്. റാബിറ്റ്, ആടിൻ്റെ പല കളറ് അങ്ങനെയുള്ള കുറേ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കോഴിയും പിന്നെ പുഴു ഇട്ടിട്ടുണ്ട് തോന്നുന്നു അവിടെ. പിന്നെ ഇത് നമ്മൾ മുട്ട പൊട്ടിച്ചപ്പോൾ കിട്ടിയതാണ്. ഇപ്പം മൊത്തത്തോളം നമ്മൾ ഉണ്ടാക്കി ഇത്ര മാക്സിമം ഇത്രയായിട്ടുണ്ട്. ഇനിയും കുറേ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ബോംബ് തീഞ്ചിട്ട് പൊട്ടിച്ചപ്പോൾ അങ്ങനെ പോയായിരുന്നു. അപ്പോൾ നമ്മൾ ആ തീഞ്ചിട്ട് പൊട്ടിച്ച സൈഡെല്ലാം നമ്മൾ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സോംബീസും കുറേ ഐറ്റംസില്ല അവരുടെ ഫാമും പിന്നെ അതിന് പിന്നെ വേറൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വന്നുപോയി. എനിക്ക് ഇന്നത്തെ എഗ്ഗ് ഒന്ന് സെലക്ട് ചെയ്യട്ടെ. നമുക്ക് വില്ലേജിനെ ഇന്ന് നിർത്തേണ്ട ആവശ്യമുണ്ട്. ഇന്നലെ ഒന്ന് ചുമ്മാ നോക്കാൻ വേണ്ടി 2 വില്ലേജ് ഓരോ സ്ഥലത്ത് വെച്ച്. ഇവിടെയും 2, ഇവിടെ 2 വേണ്ട, 4 എടുക്കട്ടെ. ഇവിടെ നമുക്ക് 2 എണ്ണം മതി. ഇതിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് ഇടണം. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഞാനിങ്ങനെ അടിച്ചതും ഇവിടെ കാണിച്ചു തരാം. ഇവിടെ വ്യത്യസ്ത തരം സ്പൈഡേഴ്സ് ഉണ്ട്. ഇതേ കട എല്ലാവരും മേളിൽ നിൽക്കുക. ഇതേ കട ഒരു വെറൈറ്റി ടൈപ്പ് സ്പൈഡേഴ്സ് ഉണ്ട്. ഇവന്മാരെല്ലാം പോകുന്ന പുള്ളികളാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടേന്നെ. നമ്മളിനി ഉണ്ടാക്കുമ്പോൾ ഈ സൈഡിലാണ് ഞാൻ നമ്മൾ ഇതേപോലെ വുഡിൻ്റെ ഐറ്റമാണ് അവിടെ എടുക്കുന്നത്. ഈ ഫാം ഇപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ സോംബീസിന് എല്ലാം ഉള്ളതാണ്. ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഈ സൈഡ് ഫുള്ളും. ഒത്തിരി പൊക്കത്തിൻ്റെ ആവശ്യമില്ല. മാക്സിമം ഇതിൻ്റെ ലെവലിൽ നിൽക്കുന്നവരെല്ലാം സെറ്റ് ആക്കിയാൽ മതി.
ഇതേ ലെവല്. നമുക്കിവിടെ ഇതേപോലെ വെച്ചെടുക്കാം. ഇപ്പം നല്ല മഴ വീണ് തുടങ്ങിയിരിക്കുന്നു. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇത്ര വലിയ ഇത് കൊടുക്കണം. എന്നിട്ട് സോംബീസിനെ നോക്കണമെങ്കിൽ ഇച്ചിരി വലിയ സ്ഥലം ഉണ്ടെങ്കിൽ ശരിയാകത്തുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ ഗ്ലാസ് ഇട്ട് കൊടുക്കാം. ഈ ഗ്ലാസ് വേണമെന്നില്ലാത്ത ആൾക്കാർക്ക് വേറെ ഐറ്റംസ് ഇടാൻ പറ്റുന്നതാണ്. വല്ലതും പിന്നെ ഇപ്പോൾ മുഖങ്ങളൊന്നും ഇപ്പോൾ വയ്ക്കുന്ന സാധനമില്ല, അത് ഇങ്ങനെ കൊണ്ടൊക്കെ ഇടാനേ ഉള്ളൂ. ഞാൻ ഗ്ലാസ് ഇട്ടത് കാണാൻ വേണ്ടി, നല്ല രസത്തോടെ കാണാൻ വേണ്ടി. ഈ മുകളിൽ സോംബീസിനെ ഇടാൻ പോവാണ്. ഇതേ ആദ്യത്തെ സോംബി, 2 സോംബീസിനെ ഇടുക. നമ്മളിപ്പോൾ 2 സോംബീസിൻ്റെ ഇതുകൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മുട്ടയിടാൻ പോകുന്നത് ഇവൻ്റെയാണ്. ഇവർ 2 പേരാണ്. ഇനി നമുക്ക് അടുത്തത് മറ്റേ സ്കെലിട്ടനില്ലേ, ഇതാരാന്ന് എനിക്ക് അറിഞ്ഞു. ഇത് നമുക്ക് ഇട്ട് നോക്കാം. ഇട്ട് നോക്കണ്ട, നമുക്ക് ഇപ്പോൾ തൊട്ടിട്ട് നോക്കാം. അയ്യോ, ഇനി നമുക്ക് വേണ്ട കേട്ടോ. ഇവൻ ഭയങ്കര ശല്യമുള്ള ഐറ്റമാണ്. നമ്മളെ കൊല്ലാൻ വരെ വരുള്ള. നമ്മൾ സർവൈവിങ് കളിക്കാത്തതുകൊണ്ട് ഉള്ളി രക്ഷപ്പെടുന്നത്. നമ്മളിനി അടുത്ത മുട്ട നോക്കാൻ പോവാണ്. നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഇത് മറ്റേ ചീത്തപ്പുല്ലി സൈസ് മുഖത്തിൻ്റെ. അടുത്ത ആളെ കിട്ടിയതുണ്ട്. അടുത്ത നമ്മൾ ഇടാൻ പോകുന്ന ക്രീപ്പറാണ്.
പിന്നെ ഇത് ഒരു മന്ത്രവാദി വയ്ക്കുന്ന ഒരുത്തനാണ്. ഇവനെ അവിടെ രണ്ടുപേരും ഇടുന്നുണ്ട്. പിന്നെ ഇവനെ ഇടുന്നുണ്ട്. ചത്തുപോവോ? ഗൈസ് മരം വീണ് ചത്തുപോയി. ഗൈസ് ഒരാൾ പറന്നുപോയി ഗൈസ്. ഒരിക്കലും ഇപ്പോൾ പറന്നുപോയി ഗൈസ്. ഇല്ല ഗൈസ്, ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്ത് ഷെഡ് ഉണ്ടാക്കി കൊടുത്തേക്കാം. ഇനി നമ്മൾ ലൈറ്റ് സ്റ്റോണും ഇട്ടിട്ട് അവിടെ വൃത്തിയാക്കാൻ പോവാണ്. ഇല്ലെങ്കിൽ നമുക്ക് രാത്രി ഇതുങ്ങളെല്ലാം നോക്കണേ ഭയങ്കര പെടാപ്പാട് കൂട്ട പരിപാടിയാണ്. ഈ ലൈറ്റിൻ്റെ ഐറ്റം നോക്കണമെങ്കിൽ പിന്നെ പാട് വരുത്തില്ല. ഗൈസ് ഇനി നമുക്ക് ഇവിടെ വേണം വെക്കാനുണ്ടായിരുന്നു, ഞാൻ വെച്ചില്ലായിരുന്നു. ഒരു സ്റ്റോണ് എന്നിട്ട് ഒരു ലൈറ്റ് കത്തി. ഇത്ര മതി. ഇനി നമുക്കൊരാൾ വെക്കാനുണ്ട്. ഒരു എഗ്ഗ് നമ്മൾ തുറന്നിട്ട് പിന്നെ ഒന്നോടെ ഉണ്ട് ഗൈസ്. അതിന് കണ്ണി കിടന്ന ഇഷ്ടമല്ല. ലൈം എന്ന് പറഞ്ഞൊരു വൃത്തിയുടെ സാധനം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത് തമ്മിലത്തേത്. നമുക്ക് താഴെ നോക്കാം. 5 മിനിറ്റ് നമുക്ക് കിടന്നിട്ട് പോകാം. നമുക്കിനി പതക്കം ഗൈസ് ഇവിടെ ബെഡ് വെക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യും, ഇതിൻ്റെ പുറത്തോട്ട് ഇവിടെ വെച്ച് വെക്കാം. കേസ് നമുക്ക് ഇവിടെ ബെഡ് വെക്കാം. അതേ ഉള്ളൂ കാര്യം. ബെഡ്
നമുക്കിവിടെ ഒരു പിന്നെ ഒരു ചെറിയ റൂം നടക്കുക, അല്ലെങ്കിൽ ഈ മോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കാത്ത അവസ്ഥയാകും. നമുക്കൊരു ചെറിയ റൂം ജസ്റ്റ് കിടക്കാൻ വേണ്ടി മാത്രം നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. നമുക്കിവിടെ ചെറിയ വീടുണ്ടാക്കി വെക്കാം. അയ്യോ, ഓക്കെ, ഏകദേശം കഴിയാനായി. നമുക്കിനി ഒരു വാതിലൂടെ വെച്ച് ജസ്റ്റ് ഏതെങ്കിലും പൊട്ടവോ അല്ലെങ്കിൽ പൊട്ടവോ ഇല്ല, ഇത് വാതിൽ മതി. അയ്യോ, ഓക്കെ, ഇനി നമ്മുടെ ബെഡ് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇപ്പം കത്തായി. ഇനി നമ്മുടെ റൂമിൻ്റെ ലൈറ്റ് ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പാരപ്പറ്റ് ഒന്ന് ഇട്ട് കൊടുത്തേക്കാം. സ്ഥലം കാണുമോ? നമുക്ക് എൻ്റെ മുന്നേ ഈ കിഴങ്ങാറ്റ നമുക്കൊരു ലേതോടെ വേണം പാരപ്പറ്റ് ഇടണമെങ്കിൽ. ശരിക്കും ഇതല്ല പാരപ്പറ്റ് സ്റ്റോൺ ഉണ്ട്, പക്ഷെ എടുക്കാൻ മടിയാണ്. ഇവൻ തന്നെ ഇവിടുത്തെ കാര്യം. വല്ലാത്ത രസമുള്ളവനെ കൊന്നിരിക്കുന്നു. ഓക്കെ, സെറ്റ്. നമ്മുടെ വീട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരിയോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞ്. എൻ്റെ വീട് ഒറിജിനൽ ഇതല്ല, എൻ്റെ വീട് ഒറിജിനൽ ഒരു വലിയ വീടാണ്. പക്ഷെ അതെനിക്ക് അത്രയ്ക്ക് അങ്ങ് പോരാന്നുണ്ട്, മാറ്റണമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള വീട് കൊണ്ടല്ലേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇവിടെ 2 ലൈറ്റ് വെച്ചേക്കുമല്ല, പക്ഷേ കണ്ണ് കാണാതെ പോയി കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രിയാണ് കണ്ണും കാണും. ഇതെന്നെ തുറക്കത്തെ. ബൈ, വാല് വെക്കൂ.
ബൈ. എനിക്കൊന്ന് വാലടിച്ചു എന്ന് തോന്നുന്നു ഗൈസ്. അയ്യേ, ഞാനാണ് നിൻ്റെ ഉടമസ്ഥൻ. നമുക്കൊരു വാലോട് വെച്ച് നോക്കാം. ഓയ്, ഓ കാണാൻ മനസ്സിലായി ഗൈസ്, നമ്മൾ ഇത് വെച്ചുകൊണ്ടാണ്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ഇവിടെ വെച്ചാൽ മതി, അതിൻ്റെ വെള്ളം കൊലപ്പോയി അങ്ങനെ വരുള്ളൂ. പിന്നെ വരും ട്രൈ ചെയ്ത് നോക്കാം. അയൺ ഡോ. അയ്യോ, നമുക്കൊരു കാര്യം ചെയ്യാം, സാധാരണ വുഡ് ഡോർ വെക്കാനേ വരുള്ളൂ. ഇതന്നെ ഓക്കെ സെറ്റ്. ഇപ്പോൾ നമ്മൾ കറക്റ്റാക്കി ചെയ്തുണ്ട്. ഇത് ഞാൻ മറ്റേ റെഡ് സ്റ്റോൺ വെച്ച് ലൈറ്റ് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങോട്ട് പണി കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഇവിടെ കണക്ഷൻ കൊടുത്താലോ, റെഡ് സ്റ്റോൺ വെച്ച് അങ്ങനെ പോലെ നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് ഓൺ ആക്കിയിട്ട് പോയി കിടക്കാൻ പറ്റും. പൊളിയായിരിക്കും. റെഡ് സ്റ്റോൺ നമുക്കിതിൻ്റെ കണക്ഷൻ വീടിൻ്റെ ഉള്ളിലേക്കാക്കാം. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് ഇടാമല്ലോ. ഇത് ഭിത്തിയിലോട്ട് പോകത്തില്ലേ, നമുക്ക് ഈ കല്ല് പൊട്ടിക്കാം. നമുക്കൊരു ഹാൻഡിൽ വെച്ച് കൊടുക്കാമേ. ഹാൻഡിൽ പോട്ടെ. ഹാൻഡിൽ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് സ്റ്റോണിൻ്റെ കണക്ഷൻ കൊടുക്കാം. അയ്യോ, എനിക്ക് വാലൊന്ന് കേൾക്കണം. ഇങ്ങോട്ട് പോകാം. ഇവിടെ കണക്ഷൻ കൊടുത്തേ. ഇനി ഇവിടെ ഒരു ഇത് കൊടുക്കാം, സ്വിച്ചിൻ്റെ സാധനം. അതിവിടെയാണെന്ന് തോന്നുന്നു. യെസ്, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ലൈറ്റ് എത്തുന്നുണ്ട് നോക്കാം. കത്തിയോ? കത്തുന്നുണ്ട്. അല്ല ഗൈസ്, ഒരു വലിപ്പമുണ്ട്. നമ്മൾ ചെയ്തത് കൂട്ടത്തരാണോ? ഇങ്ങനെ എടുക്കാം.
നമുക്ക് ലൈറ്റ് ഓഫ് ആക്കി നോക്കാം ഗൈസ്. ഒന്നുകൂടെ വർക്ക് ചെയ്യുമെന്ന്. പോയി. എനിക്ക് അറിഞ്ഞൂടെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം കത്തേ ഗൈസ്. ഗൈസുകളുടെ പ്രവർത്തനം പാളിപ്പോകാതെ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ഓക്കെ ഗൈസ് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതോടെ ശരിയാക്കിയെടുക്കാം. ഇതോടെ ഇത് നോക്കുക. ഇതിപ്പോൾ കത്തി. അങ്ങനെ ഇത് ശരിയായിട്ടുണ്ട്, അതും ശരിയായിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി നോക്കാം. ഇത് ശരിയായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.